അവിടെ ഞങ്ങൾ താമസിച്ചതിന്റെ തൊട്ടടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാർവതിയെ പോലെ. മുട്ടുവരെ മുടിയൊക്കെ ആയിട്ട് നല്ല ചന്തമുള്ള കുട്ടിയായിരുന്നു. ശ്രീകുട്ടിനെ വിളിച്ചിരുന്നില്ലാരും. ശരിക്കുള്ള പേരതാണെന്ന് ഓർമ്മയില്ല, പക്ഷേ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് ആ ചിരിയും പിണക്കമൊക്കെ. ഇന്ത്യ പിണങ്ങും. അതിന്റെ കൂടെ എപ്പോഴും കാണും കൗസിനെ പോലെ ഒരു തമിഴത്തിക്കുട്ടി. ഒരു ദിവസം ആ തമിഴത്തിക്കുട്ടിയായിട്ട് എന്തിനോ പിണങ്ങി അതിനൊരു തള്ളു വെച്ചു കൊടുത്തു. അത് ക്ഷേത്രകുളത്തിന്റെ പടവിക്കൂടെ ഉരുണ്ടുരുണ്ട് വെള്ളത്തിൽ വീണു. അതറിയാതെ ശ്രീകുട്ടി ഓടി പോവുകയും ചെയ്തു. ഒടുക്കം അത് മരിച്ചറിഞ്ഞിട്ട് പേടിച്ചു വരച്ച് ശ്രീകുട്ടി എന്റെ അടുത്ത് വന്നു. ഞാനേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നടന്നെന്താണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അച്ഛൻ ട്രാൻസ്ഫർ ആയിട്ട് ഞങ്ങൾ പോകുന്നത്. പോരുന്നെന്ന് ക്ഷേത്രത്തിനപ്പുറത്തെ കൽമണ്ഡപത്തിനടുത്ത് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോണതെന്ന് നോക്കി നിന്നത് കാറ് ദൂരത്ത് മറയണവരെ എന്റെ കണ്ണിലുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ടേയില്ല ആ കുട്ടിയെ. പാവം, ഇപ്പോഴും ഉണ്ടാവുമോ കന്യാകുമാരില്. പിന്നെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്ന ആ കുട്ടിയെ വെറുതെ ഓർക്കാൻ സുഖമുള്ളൊരു സ്വപ്നമായിട്ട്. നിങ്ങളെ എഴുത്തുകാരുടെ ഭാഷ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് മെമ്മറി.